പ്രശംസ എന്നൊരു മലയാള വാക്കുണ്ട്. പ്രശംസ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പരിചിതമായ വാക്കാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രശംസ, പ്രശംസിക്കുക, പ്രശംസിക്കപ്പെടുക. ഇംഗ്ലീഷിൽ പ്രൈസ്. മറ്റ് വാക്കുകൾ നോക്കിയാൽ അഡോറേഷൻ, അപ്രീസിയേഷൻ എന്നൊക്കെ നമുക്ക് ലഭിക്കും. പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ നല്ല കാര്യങ്ങൾ വിളിച്ചു പറയുക, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ അധ്വാനത്തെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പ്രശംസിച്ച് പറയാറുണ്ട്. പലതരത്തിലുള്ള പ്രശംസകളുണ്ട്. സ്വയപ്രശംസ, സെൽഫ് പ്രൈസിംഗ്. ഞാൻ എന്നെക്കുറിച്ച് തന്നെ പ്രശംസിക്കുകയാണ്. ഞാൻ വലിയ ആളാണ്, എനിക്ക് വലിയ കഴിവുണ്ട്, ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. സെൽഫ് പ്രൈസ്. മറ്റൊരു പ്രശംസ കാര്യസാധ്യ പ്രശംസ. അതെന്താണ്? എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നോ അധികാരികളിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ, എൻ്റെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഞാൻ അവരെ പ്രശംസിക്കും. സത്യസന്ധമല്ല പ്രശംസ, എൻ്റെ കാര്യം സാധിക്കാനുള്ള പുകഴ്ത്തലാണ്, പ്രശംസയാണ്. അതിന് കാര്യസാധ്യ പ്രശംസ എന്ന് വിളിക്കാം. സത്യപ്രശംസ, സത്യമായ പ്രശംസകളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ വേദപുസ്തക രചയിതാക്കൾ പലരും പലരെക്കുറിച്ചും പ്രശംസിക്കുന്നുണ്ട്. അത് പഴയ നിയമഗ്രന്ഥങ്ങളിലും സുവിശേഷങ്ങളിലും പുതിയ നിയമഗ്രന്ഥങ്ങളിലും ഒക്കെ നിറയെ കാണാം. ഇപ്പോൾ വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ്തൻ സക്കറിയ പുരോഹിതനെയും എലിസബത്തിനെയും കുറിച്ച് പറയുകയാണ്. അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ശുശ്രൂഷകളിലും നീതിയോടെ നടക്കുന്നവരുമായിരുന്നു. അത് പ്രശംസയാണല്ലേ? പ്രൈസാണ്, അപ്രൈസല. അത് സത്യപ്രശംസയാണ്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രശംസയാണ്. സുവിശേഷകൻ ഒരു വൈദികനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും കുറിച്ച് വിവരിക്കുന്നതാണ്. സത്യപ്രശംസയാണ്. അങ്ങനെ ധാരാളം പ്രശംസകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. മറ്റൊരു പ്രശംസയാണ് ദിവ്യ പ്രശംസ. ദിവ്യ പ്രശംസ യേശു ക്രിസ്തു തന്നെ നേരിട്ട് ഒരാളെ പ്രശംസിക്കുന്നതിനെയാണ് ദിവ്യ പ്രശംസ എന്ന് വിളിക്കുന്നത്. ഇത് ഞാൻ തന്നെ ഈ പ്രശംസകൾക്ക് പേരിട്ടതാണ്. യേശു ക്രിസ്തു തന്നെ നേരിട്ട് ഒരാളെ പ്രശംസിക്കുക, അതിനെ നമുക്ക് ദിവ്യ പ്രശംസ എന്ന് വിളിക്കാം. അങ്ങനെ ഒരു ദിവ്യ പ്രശംസയെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വേറെ എങ്ങൊന്നും എടുത്തതല്ല പ്രശംസ. ഇന്നത്തെ ഞായറാഴ്ച വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ വേർതിരിച്ചിരിക്കുന്ന വേദഭാഗത്തിൽ നിന്നാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന്. നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസിന് എഴുതിയ സുവിശേഷം
7-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. യേശുക്രിസ്തു തന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന വാചകത്തോടു കൂടിയാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തു പറയുകയാണ് തന്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകനെ കുറിച്ച്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. എന്തൊരു വലിയ പ്രശംസയാണല്ലേ! ആരാണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷാൽ ക്രിസ്തു ദേവൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. ഈ പ്രശംസയ്ക്കാണ് ദിവ്യ പ്രശംസ എന്ന പേര്. ഇത് ആത്മപ്രശംസയല്ല, സ്വയപ്രശംസയല്ല, ഇത് കാര്യസാധ്യ പ്രശംസയല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്ന സത്യപ്രശംസകൾ അല്ല. അതിനെക്കാട്ടിൽ ശക്തമായ സാക്ഷാൽ ക്രിസ്തു തന്നെ പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ മനുഷ്യൻ എന്നാണ് യേശുക്രിസ്തു പ്രശംസിക്കുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഏറ്റവും വലിയ മനുഷ്യനെന്ന്, മഹാനായ പ്രവാചകനെന്ന് യേശുക്രിസ്തു സൂചിപ്പിക്കുന്നത്? വലിയവൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാ വരുന്നത്? വലിയവൻ എന്നൊരാളെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? അവരുടെ ശരീരഘടന കണ്ടുകൊണ്ടാണ്. ഇവിടെ ശരീരഘടന കണ്ടുകൊണ്ടാണോ? അല്ല. ചിലരുടെ സാമ്പത്തിക നില കണ്ടുകൊണ്ട് വലിയ മനുഷ്യനും നമ്മൾ ചിലരെ പരിചയപ്പെടുത്താറുണ്ടല്ലേ? അങ്ങനെയാണോ ഇവിടെ യോഹന്നാൻ സ്നാപകൻ വലിയവനായത്? അല്ല. ചിലരുടെ വിദ്യാഭ്യാസത്തെയും അറിവിനെയും കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ചിലരെ വലിയ മനുഷ്യൻ എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ആ ഒരു മാനദണ്ഡത്തിലാണോ വിളിക്കുന്നത്? അല്ല. ചിലരുടെ പദവികളും സ്ഥാനവും മഹത്വവും കണ്ടുകൊണ്ട് ചിലരെ വലിയ മനുഷ്യർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് നമ്മൾ. എന്നാൽ ഇവിടെ അങ്ങനെ യാതൊരു മാനദണ്ഡവുമില്ല. വലിയവനെന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, പല കാരണങ്ങളുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം യോഹന്നാൻ സ്നാപകന്റെ ലാളിത്യത്തെ ബേസ് ചെയ്താണ്. യോഹന്നാൻ സ്നാപകൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ, അവരുടെ നന്മയെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ, അവരുടെ വിശേഷണങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കാൻ കഴിവുള്ളവനായ ഒരു പ്രവാചകനായിരുന്നത് കൊണ്ടാണ്. എന്താണ് വലിയവനാകാനുള്ള കാരണം? മറ്റുള്ളവരുടെ നന്മയെ കാണാൻ, അവര് തന്നെക്കാട്ടിൽ മിടുക്കരും സമർത്ഥരും ബഹുമാന്യരുമാണെന്ന് തിരിച്ചറിയാൻ കഴിവുള്ളവനായ ഒരു പ്രവാചകനായിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല എന്ന് വിശേഷിപ്പിക്കാൻ കാര്യം. ഉദാഹരണങ്ങൾ പലതും വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ഈ സ്നാപകനെ കുറിച്ച് പറയാനുണ്ട്. 2 വാചകം നമുക്ക് പരിചിതമായ വാചകങ്ങൾ പറയാം. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തന്നെയാണ്. യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ ജൂനിയർ ആണല്ലേ? എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പ്രസിദ്ധമായ വാചകമാണ്, വേദപുസ്തക വാക്യമാണ്. എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ആ വാചകം ഏത് മനസ്സിൽ നിന്ന് വരുന്നതാണ്? ബഹുമാനിക്കുന്നതിന്റെ, ആദരിക്കുന്നതിന്റെ, മറ്റു വ്യക്തികളിലുള്ള നന്മയെ കണ്ടതിന്റെ വെളിച്ചത്തിലാണ് ആ വാചകം വരുന്നത് മനസ്സിൽ നിന്ന്. മറ്റൊരു വാചകം, ഞാനോ കുറയണം അവനോ വളരണം.
പ്രസിദ്ധമായ വാക്യമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-30 വാക്യം. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ മാമോദീസ ഏൽക്കാമെന്ന ജനങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ട് യേശുവിന്റെ അടുക്കൽ മാമോദീസ ഏൽക്കാൻ ജനങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ കുറയണം, അവനോ വളരണം. അതേത് മനസ്സിന്റെ വലിയ സന്തോഷകരമായ പ്രസ്താവനയാണത്. ഞാൻ കുറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ട ആളാണ്. എന്റെ സഹോദരൻ, എന്റെ കൂട്ടുകാരൻ, എന്റെ അയൽപക്കക്കാരൻ, എന്റെ നാട്ടുകാരൻ, എന്റെ സഹപ്രവർത്തകൻ മാന്യനായി, എന്നെക്കാട്ടിൽ ശ്രേഷ്ഠനായി, എന്നെക്കാട്ടിൽ വലിപ്പമുള്ളവനായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ വാചകമാണത്. ഈ 2 വാചകം മാത്രം മതി യോഹന്നാൻ സ്നാപകന്റെ ക്വാളിറ്റിയിൽ എടുത്തു പറയാൻ നമുക്ക് സാധിക്കും. അദ്ദേഹം വളരെ വളരെ ലാളിത്യവും സിംപ്ലിസിറ്റിയും ഉണ്ടായിരുന്ന ഒരു പ്രവാചകനായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നില്ല, നമുക്കറിയാം ഭക്ഷണം എന്തായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ കുറിച്ച് പറയുന്നില്ല, നമുക്കറിയാം വസ്ത്രം എന്തായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ നിലപാടായിരുന്നു വെളിച്ചത്തിൽ വന്നത്. എന്നെക്കാട്ടിൽ ശ്രേഷ്ഠരാണ് മറ്റുള്ളവർ, എന്നെക്കാട്ടിൽ മാന്യരാണ് മറ്റുള്ളവർ. എവിടെ തിന്മ കണ്ടാലും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ പ്രവാചകൻ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനെ പ്രശംസിക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രശംസ ആഗ്രഹിക്കുന്നവരാണില്ലേ? എന്നെ കേൾക്കുന്ന ഓഫ്ലൈനിലും ഓൺലൈനിലും കേൾക്കുന്നവർ സ്വയം ചിന്തിച്ചു നോക്കിക്കേ. നമ്മളൊക്കെ പ്രശംസ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മളെ പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നവരല്ലേ? നമ്മൾ തന്നെ സ്വയം പുകഴ്ത്താറുണ്ട്, പ്രശംസിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പ്രശംസിക്കാറുണ്ട്, പുകഴ്ത്താറുണ്ട്. സത്യസന്ധമാണോ പ്രശംസയും പുകഴ്ത്തിയും? പക്ഷെ ഞാൻ പറയുന്നത് ഇന്നത്തെ ഈ വേദപുസ്തക വാക്യത്തിൽ ബേസ് ചെയ്തെന്ന് പറയട്ടെ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, അയൽപക്കക്കാരുടെ, സഹപ്രവർത്തകരുടെ, ഇടവകക്കാരുടെ പ്രശംസ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് യേശു ക്രിസ്തുവിന്റെ പ്രശംസയാണ്. യേശു ക്രിസ്തു നമ്മെ പ്രശംസിക്കുന്നത് നമ്മൾ കേൾക്കണം, നമ്മൾ അറിയണം, അനുഭവിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. എന്താണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്? എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പ്രശംസ ആഗ്രഹമുള്ളതാണ്, പുകഴ്ത്തൽ ആഗ്രഹമുള്ളതാണ്. നമ്മുടെ കഴിവിനെ കുറിച്ച്, സൗന്ദര്യത്തെ കുറിച്ച്, വിദ്യാഭ്യാസത്തെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, നമ്മുടെ പദവികളെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച്, അധ്വാനത്തെ കുറിച്ചൊക്കെ പ്രശംസ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, വീട്ടുകാരുടെ, അയൽപക്കക്കാരുടെ, ഇടവകക്കാരുടെ പ്രശംസ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് യേശു ക്രിസ്തുവിന്റെ ദിവ്യ പ്രശംസയായിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? യേശു ക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തിയാൽ മതി. യേശു ക്രിസ്തുവിന് ഇഷ്ടമുള്ളത് കാര്യം ചെയ്താൽ മതി. ഞാൻ ചെറിയ മനുഷ്യനാണ്, എന്റെ കൂട്ടുകാരും അയൽപക്കക്കാരും നാട്ടുകാരും എന്നെക്കാട്ടിൽ മിടുക്കരാണെന്ന് ചിന്തിച്ച് ജീവിച്ചാൽ മതി. യേശു ക്രിസ്തു നമ്മെ പ്രശംസിക്കും. ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവരിൽ കാപട്യമില്ല എന്ന് നഥാനിയേലിനെ കുറിച്ച് ദിവ്യ പ്രശംസ ചൊരിഞ്ഞ ക്രിസ്തുവിന്റെ ദിവ്യ പ്രശംസ നമുക്ക് ലഭിക്കും. എന്താണ്? ഇവൻ സാക്ഷാൽ ഓർത്തഡോക്സുകാരൻ, ഓർത്തഡോക്സുകാരി, സത്യസന്ധമായി ജീവിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, വിശുദ്ധ സഭയുടെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്നവൻ. യേശു ക്രിസ്തുവിന്റെ പ്രശംസയാണ് നമുക്ക് വേണ്ടത്, നാട്ടുകാരുടെ പ്രശംസയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയുടെ ആധിക്യം കൊണ്ട് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രശംസ നേടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരു കഴമ്പുമില്ല, ഒരു അർത്ഥവുമില്ല. നാട്ടുകാരുടെ പ്രശംസ നേടിയിട്ട് കാര്യമില്ല. യേശു ക്രിസ്തു എന്നെ പ്രശംസിക്കുന്നു എന്ന് എനിക്ക് ഉൾബോധമുണ്ടെങ്കിൽ എന്റെ ക്രിസ്തീയ ജീവിതം ധന്യമായി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ഇല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.